നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസും അതുപോലെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ ചെയ്യുന്ന ഫോർക്കയുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു എറണാകുളം MP IB ഈഡൻ. ഫോർക്കയുടെ എറണാകുളം ജില്ലാ കുടുംബ സമ്മേളനം സൺറൈസ് ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു IB ഈഡൻ MP. സവിശേഷമായ ചില കൂട്ടായ്മകളിൽ ഒന്നാണ് പോർഫ. കാരണം ആതുര സേവന രംഗത്തെ പ്രത്യേകിച്ച് രോഗാതുരമായ അവസരങ്ങളിൽ ഒരു യുണൈറ്റഡ് ഫോഴ്സിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഈ സംഘടനയുടെ രൂപീകരണവും കഴിഞ്ഞ 7 വർഷക്കാലമായി ഇതിൻ്റെ പ്രവർത്തനവും. അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടനയുടെ പോർഫയുടെ മുഴുവൻ ഭാരവാഹികളും പ്രതീക്ഷ ഓർഗൻ കിഡ്നി റെസിപ്പിയൻസ് ഫാമിലി അസോസിയേഷനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചു. ഫർക്കയുടെ സംസ്ഥാന ചെയർമാൻ TT ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയാലിസിസ് രോഗികൾക്കും വൃക്ക മാറ്റിവെച്ചവർക്കും വേണ്ടിയുള്ള അവബോധ ക്ലാസ് സൺറൈസ് ആശുപത്രിയിലെ വൃക്കരോഗ വിദഗ്ധൻ വിപിൻ ജോണി നയിച്ചു. വൃക്കരോഗികൾക്കായുള്ള സൗജന്യ മരുന്നു വിതരണം ആശുപത്രി ചെയർമാൻ ശ്രീ ഹാഫിസ് റഹ്മാൻ നിർവഹിച്ചു. യോഗത്തിൽ തൃക്കാക്കര മുനിസിപ്പൽ ചെയർമാൻ ശ്രീ റാഷിദ് ഉള്ളമ്പള്ളി, ആശുപത്രി CEO സുരേഷ് തമ്പി, കൺവീനർ ശ്രീ ഖലീദ് കൊളവയൽ, സലാം അപ്സര, ഷാജി പുതിയോട്ടിൽ, ഫാറൂഖ് KK, സുരേഷ് വെങ്കടങ്ങ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഒന്നെങ്കിൽ ജീവിത അവസാനം വരെ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് വരെ ഡയാലിസിസ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയെ പോലുള്ള ആളുകൾ അവരുടെ കിഡ്നി ദാനം ചെയ്ത് ഡോണറായി വന്ന് ഒരു മാതൃക കാണിച്ച് ഒരുപാട് പേര് ആ മാർഗത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇന്നും ബ്ലഡ് റിലേറ്റീവ്സിന്റെ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ് വളരെ സുഗമമായി നടക്കുന്ന ഒരു പ്രോസസ്സ്. അതിനും അതിൻ്റെതായ രീതികളുണ്ട്. പക്ഷെ ഇന്നും ഒരുപാട് ആളുകൾ ഈ കേരള സർക്കാരിൻ്റെ സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് അതിലിന്നും ഈ അവയവങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ. ഇവരൊന്നും സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊന്നുമല്ല. എല്ലാം മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ആളുകളാണ്. ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ, ഫ്ലൈറ്റിൽ ഹാർട്ട് കൊണ്ടുപോയി കിഡ്നി കൊണ്ടുപോയി എന്നൊക്കെ കാണുമ്പോൾ 1-2 പേർക്ക് അത് ചെയ്യുന്നെങ്കിൽ പോലും ബാക്കിയുള്ള 10,000-കണക്കിന് ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനുമാണ് ഇത്തരം കഥകൾ. അതുകൊണ്ട് നിങ്ങൾ ഇത് ഈ ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുമ്പോൾ ബാക്കി ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ, ട്രാൻസ്പ്ലാന്റിന് വിധേയമാകാൻ പോകുന്ന രോഗികൾ, ഇവർക്കെല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രതീക്ഷയും വലിയ ആത്മവിശ്വാസവും വലിയ കോൺഫിഡൻസും നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പോർഫ ഒരു ഓർഗനൈസേഷൻ മാത്രമല്ല, അവരിപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. അങ്ങനെ നിർധനരായിട്ടുള്ള രോഗികളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന കൂടിയാണ് പോർഫ. നമ്മളുടെ കേരളം ഇന്ന് ഒരു ഡയബറ്റിസ് ക്യാപിറ്റൽ ആണെന്ന്, ഇന്ത്യയുടെ ഒരു ഡയബറ്റിസ് ക്യാപിറ്റൽ ആണെന്ന്. അത് കൂടാതെ തന്നെ ഇന്ത്യ തന്നെ ഇന്ന് ലോകത്തിൻ്റെ ഒരു ഡയബറ്റിസ് ക്യാപിറ്റലാണ്. ഈ ഡയബറ്റിസ് നമ്മൾ ഇവിടെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് ഇന്ന് ഡയബറ്റിസ് ആണ് കിഡ്നി ഡിസീസസ്, അതായത് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള മുഖ്യ കാരണം പ്രമേഹമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡയബറ്റിസ് ക്യാപിറ്റലാണെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ ഡയബറ്റിസ് ക്യാപിറ്റലായതും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഡയബറ്റിസ് ക്യാപിറ്റൽ കേരളമായതും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. എന്നാലും നമുക്ക് ഈ രോഗത്തെ കറക്റ്റായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കേരളത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഡയബറ്റിസ് വരുന്നത് എന്നുള്ളത്. അതായത് ഡയബറ്റിസ് വരുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോക്രൈൻ ഡിസ്റപ്റ്റീവ് കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാമെന്ന് അറിയില്ല. പക്ഷേ ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഫേസ് ചെയ്യുന്ന നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ അകത്തേക്ക് ഉൾക്കൊള്ളുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അതാണ് ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസ്. ഇന്ന് പല അസുഖങ്ങളുടെയും മുഖ്യ കാരണം ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസ് ആണ്. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസ് നമ്മളുടെ മോഡേൺ രീതിയിലുള്ള ജീവിതത്തിൻ്റെ ഒരു തെറ്റായ വശമാണ് ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസ്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധന പദാർത്ഥങ്ങൾ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, ഇതിനകത്തൊക്കെ ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റീവ് കെമിക്കൽസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈവൻ നമ്മൾ പലപ്പോഴും ഈ പ്ലാസ്റ്റിക് പൈപ്പുകൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ യൂസ് ചെയ്യും. അപ്പോൾ ആ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന വെള്ളത്തിൽ ഈ കെമിക്കൽസ് ഉണ്ടാവും. ഇതൊന്നും നമ്മൾ അറിയില്ല. കാരണം ഇത് അറിയാത്തതിൻ്റെ കാരണം ചില പെട്ടെന്നൊരു സംഭവമൊന്നും സംഭവിക്കില്ല. ഈ കെമിക്കൽസ് വന്നതുകൊണ്ട് പെട്ടെന്ന് ബോധം കെട്ട് വീഴാനോ അല്ലെങ്കിൽ ഒന്നും സംഭവിക്കും. പക്ഷേ കാലകാലങ്ങളിൽ ഈ കെമിക്കൽസ് ആണ് ഇതുപോലുള്ള രോഗങ്ങൾ, ഡയബറ്റീസ് മാത്രമല്ല നമ്മളിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളും നമ്മൾ ഉണ്ടാകുന്നത്. ഈവൻ ദുബായിൽ പോലും നമുക്ക് കിട്ടുന്ന മരുന്നുകൾ ഇവിടെ കിട്ടുന്ന മരുന്നുകളുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ദുബായിൽ കിട്ടുന്ന മരുന്നുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറും. ഇവിടെ കിട്ടുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും അസുഖം മാറില്ല. സെയിം കമ്പനിയുടെ തന്നെ അവിടെ കിട്ടുന്നതും ഇവിടെ കിട്ടുന്നതുമായിട്ടുള്ള മരുന്നുകളും വ്യത്യാസമുണ്ട്. ഇതൊക്കെ ബേസിക്കലി റെഗുലേഷൻസിൻ്റെ വ്യത്യാസങ്ങളാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഏകദേശം 300-350 സർജറീസ് എല്ലാ മാസവും ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രീ ഓപ്പറേറ്റീവ് ടെസ്റ്റ് ചെയ്യും. അതായത് സർജറി ചെയ്യുന്നതിന് മുമ്പേ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് 10% രോഗികൾ ഡയബറ്റിക് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. അതായത് അതുവരെയും അവർക്ക് ഈ പ്രമേഹം അറിയില്ലായിരുന്നു. ഈ പ്രമേഹം അവർക്കുണ്ടെന്ന്, വളരെ സിവിയർ ആയിട്ടുള്ള പ്രമേഹം ഉണ്ടെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇവരാരും ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതറിയാത്തത്. അസുഖത്തിന് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാലക്രമേണ വരും എന്നുള്ളത് നമ്മൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെ ഡയാലിസിസ് പല രീതിയിലുള്ള ഡയാലിസിസ് ഉണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന ഡയാലിസിസ് ഉണ്ട്, അതുകൂടാതെ വളരെ ഹയർ എൻഡ് ഡയാലിസിസ്, കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയാലിസിസ് ഉണ്ട്, പല രീതിയിലുള്ള ഡയാലിസിസുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെ നമ്മൾ ചെയ്താലും ഈ ഡയാലിസിസ് കിഡ്നി അസുഖങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്നത്. ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഞാൻ ഡോക്ടർ ബിബിൻ്റെ അടുത്തൊക്കെ നേരത്തെ സംസാരിക്കുന്നത്, ഈ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ആദ്യഘട്ടങ്ങളിൽ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിലാണ് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് കാണുന്നത്. അതല്ലാതെ നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കാം, പൈസ കുറച്ചായി കഴിയുമ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് ഡയാലിസിസ് ചെയ്യുന്ന ഓരോ രോഗികൾക്കും അതൊരു എമർജൻസി ആയിട്ട് എടുക്കണം. നമ്മളുടെ കയ്യിൽ പൈസ വരുന്നത് പല പല പ്രയോറിറ്റീസ് നമ്മൾ ഉപയോഗിക്കുമല്ലോ. അതുപോലെ ഈ ഡയാലിസിസ് വരുന്ന രോഗികൾക്ക് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒരു പ്രയോറിറ്റി ആയിട്ടും ഒരു എമർജൻസി ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ചികിത്സാ രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു 3-4 കൊല്ലം ഡയാലിസിസ് അങ്ങ് നടക്കട്ടെ, നമ്മൾ തൽക്കാലം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അല്ലെങ്കിൽ പൈസ വരുമ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്ന ചിന്താഗതി നമ്മൾ മാറ്റിവെക്കേണ്ട വളരെയധികം ആവശ്യതയുണ്ട്. 67,000-ഓളം രോഗികൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി പ്രയാസപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓർഫയും ഹോസ്പിറ്റലുകളുമായി ചേർന്ന് നിർധന രോഗികൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുമായി ചേർന്ന് നടത്തുന്ന സൗജന്യ ട്രാൻസ്പ്ലാന്റിലേക്കുള്ള ആദ്യ തുക കാസർഗോഡ് ജില്ലാ ട്രഷറർ അഹമ്മദ് ചെർക്കുള സൺറൈസ് ആശുപത്രി മാനേജർക്കു കൈമാറി. ഇതുപോലെ നന്മയുള്ള വാർത്തകൾ മാത്രം അറിയാൻ നന്മ 24 ന്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ, നന്മ 24 ന്യൂസ്, കൊച്ചി.